ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇരിക്കലാണ് ലവ്ലോലിക്ക. ഇന്ന് നമ്മുടെ അവിടെ പറയുന്ന ലവ്ലോലിക്കാണ്, എൻ്റെ അടുത്ത് പറഞ്ഞതൊന്നും എനിക്കറിയില്ല. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. കാര്യം വേറെ നമുക്ക് അച്ചാറുണ്ടാക്കുന്ന പോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്നും വേണ്ട. ഇത് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ഇട്ട് ഉലുവായി ഇട്ട് കായം ഇടുക. പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടിയുടെ ചേർക്കണം. എളുപ്പമുള്ളതാണ്. ഇന്നല്ലാതെ മറ്റ് അച്ചാറിൻ്റെ കൂട്ട് വേറെ ഒന്നും ചേർക്കണ്ട. നല്ല രുചിയുമാണ്, എളുപ്പവുമായിരുന്നു ഉണ്ടാക്കാൻ. നല്ല കായം കിടപ്പുണ്ട്. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് മുളകിട്ട് കുരുമുളകോ കടുകിട്ട് പൊട്ടിച്ചു, ഉലുവായി ഇട്ടു, കായം ഇട്ടു, കഷ്ണം കായം. ഇനിയും കുറച്ച് മുളക് പൊടി ചേർക്കുക. ഉപ്പും കൂടെ. പിന്നെ പരുവാകാറാകുമ്പോൾ ശകലം വിനാഗിരി കൂടെ ഒഴിക്കണം. ഇതൊന്ന് വേവണം. കാര്യം അതിനകത്തിൽ അരിക്ക് ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ടൊന്ന് വെന്ത് വരണം. ഇപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാം പാകമായി. ഇനി ശകലം വിനാഗിരി ഒഴിക്കണം. ഇപ്പം തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ശകലം വിനാഗിരി ഒഴിച്ചു മതി. ഉണ്ടോ? അതെല്ലാം ഒന്ന് വെന്ത്. ഓക്കെ. ലവ്ലോലിക്കൊക്കെ ഉള്ളപ്പോഴേ ഇതൊന്നും പോലെ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ അച്ചാറാണ്. നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പം തന്നെ ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയുമാണ്. അല്ലാതെ ഇത് തന്നെ ഇതിനകത്തിൽ ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും കുറച്ച് പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി നെല്ലിക്ക ഇടുന്ന പോലെ തന്നെ നമുക്ക് ചുമ്മാ അത് ഉപ്പിലിടാം. കുറച്ച് കാന്താരി ഇട്ട് ഉപ്പും ഇട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്നാൽ അത് നല്ലതായിട്ട് അലിഞ്ഞരിഞ്ഞിരിക്കും. ഇത് ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുക. കാന്താരി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വിനാഗിരി ഉപ്പും ശകലം വെള്ളവും ഒഴിച്ചിട്ടിരിക്കണം. ഇത് ഇന്ന് നാളെ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കിടന്ന് നല്ലതായിട്ട് അരിഞ്ഞിരിക്കും. നല്ല ടേസ്റ്റായിരിക്കും. ആ പുളിയെല്ലാം നല്ലതായിരിക്കും. ആ എരിവും എല്ലാം അതേ പിടിച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയും ചെയ്യാം. ഒത്തിരി ഇത് ഉണ്ടാകുമ്പോൾ ഒത്തിരി ഉണ്ടാവും. നമുക്ക് വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് ഇങ്ങനെ ഞാൻ ചെയ്തത്. പക്ഷേ പെട്ടെന്ന് ചീത്തയാവും. നമ്മൾ പറിച്ചു വെച്ചാൽ അന്നേരം തന്നെ ഇത് ചെയ്യണം, ഇത് ഉണ്ടാക്കിയിടണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അഴുക്കായിപ്പോവും. കുറേ കൊണ്ടുവന്ന് ഒരുപാട് അഴുക്കായിപ്പോയി. പെട്ടെന്ന് അലിയുന്നു. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചാൽ ഇരിക്കത്തില്ല. അപ്പോഴേ ആ ചീത്തയായിപ്പോവും. അന്നേരമേ ഇടണം. പറിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇടേണ്ട ഒരു സാധനം ഇത്. ഓക്കെ, എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ. ഇത് ഒരു ലൈക്കും ഒക്കെ തന്നെ എങ്കിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കേ.